ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ആഴ്ചയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. മെയിനായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ കോളേജിൽ പോയി വരുമ്പോൾ ഈവനിങ് ആണ് പുതിയ വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പോൾ മഴേൻ്റെ ഒക്കെ ഒരു സീനോണ്ട് ലൈറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് പോകും. അപ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു 1 month മുന്നേ ഇടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റേതായുള്ളൊരു മാറ്റങ്ങൾ ആ ഫിഷിനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഫ്ലവർ ഓണാണ് എടുത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാലം നോക്കിയാൽ വെച്ചിട്ടുള്ള ചെറിയ എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ കുറച്ച് ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത വീഡിയോ ആണ്. ഒരു സ്റ്റാർട്ടർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കാണാൻ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്ന് പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. പുള്ളി ഒരു ഫ്ലവർ ഓണിൻ്റെ ബ്രീഡറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലവർ ഓൺ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഫ്ലവർ ഓൺ ഇനി ഒരിക്കലും എടുക്കൂലാൻ തീരുമാനിച്ചൊരു മീൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു 8 മാസം മുന്നേ നമ്മൾ SRD ഫ്ലവർ ഓണിനെ ഈ സെയിം ബ്രീഡർ എടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്ലവർ ഓണിൻ്റെ ബേബി വരുന്നത്. അപ്പോൾ നമ്മളതിനെ നല്ല രീതിയിലൊക്കെ നോക്കി, അത്യാവശ്യം ഹെഡ് പോപ്പൊക്കെ വന്ന് നല്ല രീതിയിൽ കമ്പനിയായി. പക്ഷേ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെ, ഫീഡിങ്ങിൽ പറ്റിയ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ ടോക്സിക് കണ്ടന്റ് കയറിയിട്ട് നമ്മളെ ഫ്ലവർ ഓൺ ഡെഡായി പോയി. അപ്പോൾ നമ്മൾ ആ ഒരു SRD എടുത്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ചടച്ചു പോയതാണ് ഇനി ഫ്ലവർ ഓൺ എടുക്കൂലെന്ന്. പക്ഷേ തിരിച്ച് നമ്മൾ രണ്ടാമത് ഫ്ലവർ ഓൺ എടുക്കാനുള്ളൊരു മൈൻഡ് വന്നപ്പം ഞാൻ വേറെ ബ്രീഡേഴ്സിനൊന്നും നോക്കിയില്ല. ഈ സെയിം ബ്രീഡർ എടുത്ത് തന്നെ എടുക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഫ്ലവർ ഓൺ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന്. അപ്പോൾ നമ്മളങ്ങനെ പുള്ളിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പിറ്റ്ബുൾ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു, പക്ഷേ ആള് കമ്പനിയാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കയറി നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കളിച്ചാൽ അങ്ങ് റെഡിയായി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഈ ഒരു ഫ്ലവർ ഓൺ ഇവിടെ തന്നെ എടുക്കാമെന്നുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഒരു നോർമലായിട്ടുള്ള ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ആൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ഇമ്മ്യൂണിറ്റി, നല്ല ക്വാളിറ്റി, അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന ഫ്ലവർ ഓൺസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഓൺ ഒരു സ്റ്റാർട്ടർക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഒരു ബ്രീഡർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചൂസ് ചെയ്താൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ എൻ്റെ SRD എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ. അത് അടിപൊളിയായിരുന്നു. നല്ല രീതിയിൽ ഹെഡ്പൊപ്പൊക്കെ കയറി വന്നതാണ്. അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഉള്ള കുറച്ച് ഫ്ലവർ ഓൺസിൻ്റെ കളക്ഷൻ മാത്രമാണ്. അടുത്തത് ഞാൻ ആഡ് ചെയ്ത് തരാം. അത് വേറൊരു വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഫ്ലവർ ഓൺ വെറൈറ്റിന് എടുക്കാൻ പ്ലാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ 3 എണ്ണത്തിലുള്ള ഏത് ഒന്നിനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തായ്സിൽക്ക് എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഓൺ വെറൈറ്റിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു സിംഗിൾ കളർ ഫ്ലവർ ഓണിനെ വേണം, അതേപോലെ തന്നെ ഒരു ലോ മെയിൻ്റനൻസ്, നല്ലൊരു ഇമ്മ്യൂണിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഒരു റേറ്റ്, ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഒരു തായ്സിൽക്കിൻ്റെ ഒരു ഗ്രൂമേ ആയിട്ട് 3 എണ്ണത്തിന് വീഡിയോ അയച്ചെന്ന്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, തായ്സിൽക്കിന് എടുക്കാമെന്ന് ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഇതേപോലുള്ള അടിപൊളിയായിട്ടുള്ള SRD മെയിൽസ് ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ മെയിൻ മെയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേബീനായിരുന്നു ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണം അത് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡൊക്കെ കയറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ ഡെഡായിപ്പോയി. അപ്പോൾ അടുത്ത എടുക്കാൻ പോകുമ്പോൾ നമ്മളെ തായ്സിൽക്കിനെ നല്ല അടിപൊളിയായിട്ട് റേസ് ചെയ്തെടുക്കണം. ഞാനൊരു സ്റ്റാർട്ടറാണ്. അപ്പോൾ ഈ ഒരു സെയിം ബ്രീഡർ എടുത്തുനിന്ന് ഞാൻ കുറേ അഡ്വൈസൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ ഓൺസിനൊക്കെ വേണമെങ്കിൽ പുള്ളിയുടെ അടുത്തുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നല്ല കളക്ഷൻസ് ഉണ്ട് ഫ്ലവർ ഓണിൻ്റെ. അപ്പോൾ നമ്മൾ അടുത്തെടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു നല്ലൊരു ഹൈബ്രിഡ് ടൈപ്പ് തന്നെയാണ്. കുറച്ച് നല്ല വെറൈറ്റീസ് ആണ് തന്നെ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ചെറിയ ബേബീസൊക്കെ റേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബേബീസിന് വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രൂം ചെയ്യാനിടും. അപ്പോൾ ഇങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഒരു ടൈപ്പിനെ തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അറിയുന്നവർ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിടുക. അപ്പം ഫ്ലവർ ഓൺ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഗസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മളൊരു അടിപൊളി സാധനത്തിനാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കാണുന്നത് ഇതൊരു വീജ എന്ന് പറഞ്ഞ സിക്ലിഡാണ്. ഇതിനെ ഫ്ലവർ ഓണും കൂടി ക്രോസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഫ്ലവർ ഓണിൻ്റെ ഒരു വെറൈറ്റീനാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിക്ലിഡ് വെറൈറ്റീസ് പുള്ളിയുടെ അടുത്തുണ്ട്. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള സിക്ലിഡ് വെറൈറ്റീസിനെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള തീരുമാനത്തിൽ എത്തിപ്പോയതാണ്. അപ്പോൾ ഇതൊരു പാരറ്റാണ്. പാരറ്റിനെ അതേപോലെ തന്നെ ഫ്ലവർ ഓണെ ക്രോസ് ചെയ്ത് ഷോർട്ട് ബോഡി ആയിട്ടുള്ള ഫ്ലവർ ഓൺസിനെ ഇറക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാംഫ വെറൈറ്റീസ്
കളക്ഷൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു അടിപൊളി ബ്രീഡർ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടർക്ക് ഒരു നല്ല ഫ്ലവറോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, അഫോർഡബിൾ റേറ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യും, കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് എനിക്ക് ഫ്ലവറോൺ എടുത്തപ്പോൾ കിട്ടിയത്. നല്ല രീതിയിൽ നോക്കിയാൽ മാത്രം മതി. എയറേഷനൊക്കെ ഒരു ദിവസം കട്ടായി പോയാൽ 2 ദിവസം കട്ടായി പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. തടപ്പത്ത് ഹീറ്ററിൻ്റെ ഇഷ്യൂസ് അങ്ങനെ വരുന്നില്ല, ഡിസീസ് കുറവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഫ്ലവറോൺ എടുക്കാൻ തീരുമാനിച്ചു. കൂട്ടത്തിൽ ഇവന് ഹെഡ് കുറവാണ്, ബാക്കി 2നെയും വെച്ച് നോക്കുമ്പോൾ ഇവന് ഹെഡ് കുറവാണ്. ഇവനെടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ നല്ല കളറാണ്. ബാക്കി 2 ഒരു സ്നോ ഒരു കളറാണ്, അങ്ങനത്തെ ഒരു കളറുണ്ട് കേട്ടോ, സ്നോ കളർ പോലത്തെ ഒരു വൈറ്റ് കളറുണ്ട്. പക്ഷെ നമുക്ക് തായ്സിൽക്ക് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളങ്ങനെ നടുവിലുള്ള ആ ഒരു ചെറിയ കുഞ്ഞിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു പേര് നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്, ടോഫി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഒരു അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കട്ട ഫ്രണ്ട് സജസ്റ്റ് ചെയ്തൊരു പേരാണ് ടോഫി. അപ്പോൾ അങ്ങനെ നമ്മൾ ടോഫി എന്നുള്ള പേരാണ് ഇവന് ഇട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസം മുന്നത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ടോഫീൻ്റെ ഒരു ലുക്ക് നിങ്ങൾ കണ്ടോ, ഹെഡൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബേബി തന്നെയാണ് ഇട്ടത്. അപ്പോൾ നമ്മളങ്ങനെ ഇവനെ പാക്ക് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള. ഞാൻ ശരിക്കും എടുത്തതിൽ വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറോൺ തന്നെയാണ്. ഇനി നല്ല രീതിയിൽ ഇവനെ നോക്കിയെടുക്കണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് SRDൻ്റെ ബേബീസിനെയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് SRDനൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ആക്കാണ്ട് ഇനി. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ബോണസായിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി നോക്കട്ടോ. അപ്പോൾ കുറേ കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. നല്ല ഹെഡ് പോപ്പുള്ള ഗ്രൂം ചെയ്യാനിട്ട കുറച്ച് SRD വെറൈറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ SRDനൊക്കെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാസത്തിന് ശേഷമുള്ള നമ്മളെ ടോഫി, നമ്മളെടുത്ത തായ്സിൽക്കിൻ്റെ ഗ്രോത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു ബ്രീഡർ അടുത്തുള്ള ഫ്ലവറാണ് അത്ര അടിപൊളിയാണ്. ഞാൻ എയറേഷൻ രാത്രി മാത്രമാണ് കൊടുക്കാറ്. അത് ഫീഡ് കൊടുക്കുന്ന സമയത്ത് ഹീറ്റർ കൊടുത്തിട്ടില്ല. ഇവൻ്റെ ഹെഡ് പോപ്പ് കണ്ടില്ല, നല്ല രീതിയിൽ ഹെഡ് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫീഡായിട്ട് കൊടുക്കുന്നത് ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ പൊതുവേ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ഫ്ലവറോണും നല്ല രീതിയിൽ കയറി കിട്ടും ഹെഡ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഫീഡ് ചെയ്യാറ്. ബേബി സൈസിലെ ചെമ്മീൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്ക് ബീഫാട്ട് കൊടുക്കും, മന്ത്ലി ബീഫാട്ട് കൊടുക്കും. നല്ല രീതിയിൽ ഒന്ന് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് ബീഫാട്ട്. അല്ലെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വേമിൻ്റെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ടോഫീനെ എടുത്തതിൽ വെച്ചിട്ട് ഇവൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വീക്കിലി ഒരു 4-5 തവണയൊക്കെയാണ് ഫീഡ് കൊടുക്കാറ്. ഏതെങ്കിലും 2-3 ദിവസം നമ്മളൊരു ബ്രേക്ക് ഇടും, ഒരു ഡയറ്റ് പോലെ ഒരു കംപ്ലീറ്റ്ലി നമ്മൾ പട്ടിണിക്ക് തന്നെ ഇടും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വയറിൽ ദഹിക്കാൻ ബാക്കിയുള്ള ഫുഡൊക്കെ കംപ്ലീറ്റ്ലി ദഹിച്ച് വരും. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഇപ്പോൾ തിങ്കളാഴ്ച കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ച കൊടുക്കില്ല, തിങ്കളാഴ്ച ചൊവ്വാഴ്ച കൊടുക്കുകയാണെങ്കിൽ ബുധനാഴ്ച കൊടുക്കില്ല. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ ഹെഡ് കയറുന്നുണ്ട്. പിന്നെ നല്ല കമ്പനിയാണ്, ഒരു പ്രശ്നമില്ല. ആദ്യമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് ഫിൽറ്ററിൻ്റെ സൈഡ് പോയി ഒളിച്ച് നിൽക്കുകയും ചെയ്യാൻ. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല കമ്പനിയാണ്. ഹാൻഡ് ഫീഡ് ചെയ്യും. അപ്പോൾ ഇവൻ്റെ അടിപൊളിയായിട്ടുള്ള ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് കുറേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇവൻ്റെ വീഡിയോ വന്നതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ്. ഒരുപാട് നല്ല ഷോർട്സ് ഉണ്ട് ഇവൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്ത് തരാം. പിന്നെ നമുക്ക് ഈ ഒരു ടോഫി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് അടിക്കുക വീഡിയോ. അതേപോലെ തന്നെ ഫ്ലവറോൺ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ലൈക്കാണ് നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വെറൈറ്റീസിനെ കൊണ്ടുവരാനുള്ള ഓരോ പ്രചോദനം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി മോൺസ്റ്റർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ചെറിയ ഡിലേ ഉള്ളതുകൊണ്ടാണ് നമ്മളെ വീഡിയോ അത്രയും പെൻഡിങ് ആയി വരുന്നത്. കുറേ വീഡിയോസ് ഉണ്ട് ഇനിയും വരാനുള്ളത്. അത് അടിപൊളിയായിട്ടുള്ള കുറേ സംഭവം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ടോഫീൻ്റെ അക്വേറിയം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലവറോൺ നമ്മൾ ബേബീനെ എടുത്തിട്ട് ഗ്രൂം ചെയ്യാൻ പോവുകയാണെങ്കിൽ അക്വേറിയത്തിന് ഹൈറ്റാണ് വേണ്ടത്, നീളമാണ് വേണ്ടത്. അല്ലാണ്ട് വിടുത്ത് കാര്യങ്ങളൊന്നും അധികം വേണമെന്നില്ല, നല്ല ഹൈറ്റ് വേണം. അപ്പോൾ അത് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ഹെഡിലേക്ക് നല്ല പ്രഷർ വരും. ആ സമയത്ത് അതിന് ഹെഡ് നല്ല രീതിയിൽ ബൾജ് ചെയ്യാനുള്ള അവിടെ ഒരു സ്ട്രെസ് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫാറ്റ് കാര്യങ്ങളൊക്കെയാണ് തലയിലുള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് തരും. അപ്പോൾ ഹെഡിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ ബാക്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു മിറർ കിട്ടും, ഗ്രൂമിങ് മിറർ. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹെഡിൻ്റെ ഒരു ബൂസ്റ്റപ്പ് നല്ല അധികമായി വരും. പിന്നെ അതേപോലെ തന്നെ ഹംബി ഹെഡ് പോലുള്ള ഫുഡ് കൊടുക്കുക, പക്ഷേ ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം കുറേ കാലം കഴിഞ്ഞാൽ ഇതിൻ്റെ ലിവർ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഡാമേജ് വരും. ഫിഷിൻ്റെ ലൈഫ് സ്പാനിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൊടുക്കാം. ഞാൻ ഇതുവരെ കൊടുത്തില്ല. ഞാൻ ചെമ്മീൻ തന്നെയാണ് ഫീൽ ചെയ്തത്. അതാകുമ്പോൾ സേഫാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ തന്നെയാണ് ഇവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി എന്തായാലും ടോഫീൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ട് പെല്ലറ്റ് ഒന്നും തൊടിയിക്കാണ്ട് കംപ്ലീറ്റ്ലി ചെമ്മീൻ തന്നെ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഡയറ്റ് സെറ്റ് ചെയ്ത് ഇതേപോലുള്ള റേഷ്യോയിൽ അക്വേറിയത്തിൻ്റെ ഒക്കെ ഒരു സൈസും അതേപോലെ തന്നെ ഗ്രൂമിങ്ങിൻ്റെ ഒരു രീതിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ടോഫീനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്തായാലും അഡൾട്ട് ആവുന്നവരെ ടോഫി നമ്മളെ കയ്യിലുണ്ടാവും. ഇതിനൊരിക്കലും നമ്മൾ സെയിൽ ചെയ്യില്ല. പിന്നെ ടോഫിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു അക്വേറിയം കാര്യങ്ങളൊക്കെ ഇപ്പോഴേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഇനി
പിന്നെ അങ്ങോട്ട് ടോഫി ഉണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും ടോഫീൻ്റെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സ് ആയിട്ടും അതേപോലെ തന്നെ ചില വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു ഫ്ലവർ ഓൺ അപ്ഡേറ്റ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആർക്കും ഫ്ലവർ ഓൺ ഫിഷ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും ബെസ്റ്റ് റേറ്റ് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഓൺ കിട്ടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇനി പുതിയ വീഡിയോസ് ഇങ്ങനെ ഷടപടയെന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. കാരണം ഒക്കെ ലോഡഡ് ആണ്, ഇനി അപ്ലോഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ കുറച്ച് അടിപൊളി മോൺസ്റ്റേഴ്സിനൊക്കെ നമ്മളിങ്ങനെ വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചിലതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരാനുള്ള ചെറിയൊരു ഡിലേ ആണ്. അപ്പോൾ ഇതെല്ലാം വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പണ്ട് സപ്പോർട്ട് പോലെ തന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ പിന്നെ ഒരു ദിവസം കാണാം. അതായിരിക്കും ബൈ.